സോ പാനി പിടിച്ച ഡിപ്രഷൻ അടിച്ച് ഞാനൊരു പടം കാണാൻ തീരുമാനിച്ചു ഗൈസ്. പടമാണ് അനന്തപുരം ഡയറീസ്. ഞാൻ ബ്രീഫായിട്ട് ഇതിന്റെ സ്റ്റോറി പറഞ്ഞുതരാം. ലൈക്ക് ഒരു ചിക്കൻ ഉണ്ട്, ചിക്കനാണ് നമ്മുടെ നായകൻ റൂഷിന് ഇതുപോലെ അടിച്ചു പൊളിച്ച് വൈബായിട്ട് നടക്കുന്ന ലോ സ്റ്റുഡന്റ് ആണ്. ഞങ്ങൾ ഫൈനൽ ഇയർ LLB സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഇത് മാക്സിമം മുതലാക്കി പറ്റൂ ഗൈസ്. അല്ല റബേക്ക? പുള്ളി ഇങ്ങനെ ലോ പഠിക്കാൻ ലോ ആയിട്ട് ക്ലാസ് ലോ അറ്റൻഡൻസ് ഉള്ള ഒരു സ്റ്റുഡന്റ് ആണ്. ക്ലാസ്സിലേലും കൂടുതൽ ടൈം പുള്ളി പെൺപിള്ളേരുടെ ഒപ്പം പൊളിപ്പിച്ച് നടക്കുക, ഗിറ്റാർ വായിച്ച് നടക്കുക, ഏജ് ഓവർ ആയ മീനയുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത് നടക്കുക. അതാണല്ലോ അങ്ങനെയായിട്ട് നടക്കുന്ന ഒരു ലോ സ്റ്റുഡന്റ് ആണ്. ഞാൻ പോവാ, എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഫേക്ക് കേസിലാപ്പെട്ടു പോകുന്നതാണ് കേസ്. ഈ MDMA അടിച്ച് കൊച്ചെന്ന് ഞാൻ പറഞ്ഞ കൊച്ചിന് ഇങ്ങേരോട് ഒരു ചെറിയ ക്രഷ് തോന്നി. എന്താ എനിക്ക് ഇഷ്ടമുള്ളോണ്ടല്ലേ. പിന്നീട് ആ കൃഷി കാരണം അവനായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ഇഷ്യൂ ഉണ്ടാവും. അതിന് റോഷന് ഒരു ഫേക്ക് പോക്സോ കേസ് അങ്ങ് അടിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഒരു കഴിവില്ലാത്തൊരു ആ കൊച്ച് ഇതേപോലെ വലിച്ചു കയറ്റുന്നുള്ള സമയത്ത് റോഷൻ ചെപ്പയ്ക്ക് അടിക്കും കഴിയും. അതെ, റോഷൻ ചെപ്പയ്ക്ക് അടിച്ചത് ദേഷ്യപ്പെട്ടിട്ട് കൊച്ചൊരു കേസ് അങ്ങ് കൊടുക്കും. അത് അവസാനമാണ് ഫേക്ക് കേസ് ആണെന്ന് മനസ്സിലാവുക. എന്തായാലും കൊച്ചും തട്ടിപ്പോവും, റോഷനും പണി കിട്ടും, പിന്നെ അത് മെയിനെ വാദിച്ച് ജയിക്കും. ഇതൊക്കെയാണ് പടം. എന്തൊക്കെയോ ആയിട്ട് തുടങ്ങി, എവിടേക്കോ പോയി, എന്തൊക്കെയോ പറഞ്ഞു, എങ്ങനെയോ അവസാനിച്ച ഒരു സിനിമ അനുഭവമായിരുന്നു. പക്ഷെ കേസ് ഇതിൽ ഏറ്റവും ഒരൊറ്റ പോസ്റ്റ് വരുന്നത് കേസ് നമ്മുടെ മനോജ് കെ ജയന്റെ ഓരോരോ ഊക്കലാണ്. നിനക്ക് ഗിറ്റാർ വായിക്കാൻ അറിയാൻ പാടില്ലായിരുന്നു എന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലായത്. ഇമ്മാതിരി വട്ടത്തിലിട്ട് ഊക്കള് സ്വന്തം ക്യാരക്ടേഴ്സ്, ഈ പടത്തിലെ ഏറ്റവും വലിയ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആയ ഒരു സീനിൽ വന്നിട്ട് പറയുമ്പോ ഇട്ട് ഊക്കുന്നത് നമ്മളെ റോസ്റ്റേഴ്സിനേലും വലിയ രസമായിട്ടാണ് പുള്ളി ഊക്കുന്നതെന്നാണ് എനിക്ക് ഭയങ്കര. വേറൊരു ഊക്കുണ്ട് എന്താറം ഇമ്മാതിരി ഒന്നും ഊക്കല്ലടേ. നീ ഇങ്ങോട്ട് കയറി ഇറങ്ങിനേടി. വെറുതെ അല്ലടാ നീ സിംഗിൾ ആയിട്ടിരിക്കുന്നത്. എടാ കഴിവുള്ളവനെ. പിന്നെ ഓവറോൾ ഈ പടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ ആയിട്ട് തുടങ്ങി, എവിടേക്കോ പോയി, എന്തൊക്കെയോ പറഞ്ഞു, എങ്ങനെയോ അവസാനിച്ച ഒരു സിനിമ അനുഭവമായിരുന്നു.